കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മകൾക്ക് 90 വർഷം. മുളങ്കാടകത്തെ സ്മൃതി മന്ദിരത്തിൽ കവിതകൾ കൊണ്ട് അഞ്ജലി അർപ്പിച്ചു. ഇടപ്പള്ളി സ്മാരക സമിതിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. മരണത്തിന്റെ മണിമുഴക്കത്തെ കവിതയായി അനുഭവിച്ചു കടന്നുപോയ കവി ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മകൾക്ക് 90 വർഷം. മഹാകവി ഇടപ്പള്ളിയുടെ 90ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം നടത്തി. സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം മുളങ്കാടകത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കവിതാലാപനവും നടന്നു. മരണത്തെ പുൽകിയിട്ട് 90 ആണ്ട് തികയുകയാണ്. 1936 ജൂലൈ മാസം 4-ാം തീയതി അർദ്ധരാത്രിയിൽ കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലാണ് കവിതയും ജീവിതവും മാറ്റിവെച്ചിട്ട് മരണത്തെ പുൽകിയത്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തം നൽകിയ കവിയാണ് ഇടപ്പള്ളി. ഇടപ്പള്ളിയും ചെങ്ങമ്പുഴയും തുടങ്ങിവെച്ച മലയാള കവിതയിലെ കാൽപ്പനിക കഥയ്ക്ക് ഇന്നും തുടർച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മലയാള കവിതയുടെ നവീന മുഖമാണ് ഇടപ്പള്ളിയും ചെങ്ങമ്പുഴയും. ആ നവീനതയുടെ ഭാഗമായി ധാരാളം കവികളാണ് മലയാള ഭാഷയിൽ പിന്തുടർന്നു വരുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നിരൂപണ വിധേയമായ കവിയും കവിതയും ഇടപ്പള്ളി രാഘവൻപിള്ളയുടേതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും പോരാടിയ കവിയാണ് ഇടപ്പള്ളി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായി സംഭവിച്ചതാണെന്ന് നിരൂപകർ വിലയിരുത്തുന്നു. കവനലീലയിലെന്നുറ്റ തോഴരാം കനകതൂലികേ കാനന പ്രാന്തമേ മധുരമല്ലാത്തൊരൻ മൗനഗാനത്തിൻ മതതരളമാം മാമരക്കൂട്ടമേ വിരികയാണിതാ ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ. വിരികയാണിതാ ഞാനോരഥകൃതൻ കരയുവാനായി പിറന്നൊരു കാമുകൻ. മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം. 27 വർഷം മുമ്പാണ് കൊല്ലത്ത് ആദ്യമായി കവിക്ക് സ്മാരകം ഉയർന്നത്. ഇടപ്പള്ളി സ്മാരക സമിതി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് അന്ത്യവിശ്രമ സ്ഥലം കണ്ടെത്തിയത്. തുടർന്ന് ഫലകം സ്ഥാപിച്ചു. പിന്നീട് സ്മൃതി മണ്ഡപം നിർമ്മിച്ചു. തുടർന്ന് സമീപത്ത് കെട്ടിടവും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.